A true Christian acknowledges his mistakes. ഒരു യഥാർത്ഥ ക്രിസ്ത്യാനി തൻ്റെ തെറ്റുകൾ അംഗീകരിക്കുന്നു. മനുഷ്യരായ എല്ലാവരും ബലഹീനരാണ്. അവർ ജഡത്തിൽ വസിക്കുന്നിടത്തോളം കാലം തെറ്റിപ്പോകുന്നു, തെറ്റുകൾ സംഭവിക്കുന്നു. എന്നാൽ തങ്ങളിലെ തെറ്റുകളെ അംഗീകരിക്കുകയോ അവയെ ഏറ്റുപറഞ്ഞുപേക്ഷിച്ച് ക്രിസ്തുവിൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിക്കുകയോ ചെയ്യാത്തിടത്തോളം കാലം അവർക്ക് നീതീകരണം ലഭിക്കുന്നില്ല. തിരുവചനം പറയുന്നു, സദൃശ്യവാക്യങ്ങൾ 28 അധ്യായത്തിൻ്റെ 13 വാക്യം, തൻ്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല, അവയെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും. ഒരു യഥാർത്ഥ ക്രിസ്ത്യാനി അവരുടെ തെറ്റുകൾ അംഗീകരിക്കുക മാത്രമല്ല, ആ തെറ്റുകൾ വീണ്ടും ആവർത്തിക്കാതിരിപ്പാൻ കർത്താവിൻ്റെ കൃപയ്ക്കായി അപേക്ഷിക്കുന്നു. എന്നാൽ ചിലരാകട്ടെ അവർ തെറ്റിപ്പോകുമ്പോൾ തെറ്റിനെ അംഗീകരിക്കാതെ മറ്റാരെയെങ്കിലും കുറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നു. ഏദൻ തോട്ടത്തിൽ വെച്ച് ദൈവം ആദാമിനോട് എന്താണ് ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ ആദാം ഹവ്വായെ കുറ്റപ്പെടുത്തി. ദൈവം ഹവ്വായെ ചോദ്യം ചെയ്തപ്പോൾ അവൾ പിശാചിനെ കുറ്റപ്പെടുത്തി. ദൈവമക്കളായിരിക്കുന്ന നാം ഒരു തെറ്റ് ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ നാം ആണ് തെറ്റ് ചെയ്തതെങ്കിൽ അത് അംഗീകരിക്കുക. ഈ തെറ്റിൽ നിന്ന് ഞാൻ എന്താണ് പഠിച്ചത്? ഇത് വീണ്ടും ആവർത്തിക്കാതിരിപ്പാൻ എന്താണ് കൂടുതൽ ചെയ്യേണ്ടിയത്? എന്നിത്യാദി ചോദ്യങ്ങൾ നാം നമ്മോട് തന്നെ ചോദിക്കേണ്ടതുണ്ട്. മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നവരാകട്ടെ, അവർ ഒരിക്കലും പരാജയം മറികടക്കുന്നില്ല. അവർ പ്രശ്നത്തിൽ നിന്നും പ്രശ്നത്തിലേക്ക് നീങ്ങുന്നു. നാം ആരും പരാജയത്തിൽ വീണ് കിടക്കരുത്. വീണ്ടും തുടങ്ങാനുള്ള ഒരു മനസ്സുണ്ടാകട്ടെ. തിരുവചനം പറയുന്നത്, നീതിമാൻ 7 പ്രാവശ്യം വീണാലും പിന്നെയും എഴുന്നേൽക്കുന്നു. നാം നമ്മിലേക്ക് നോക്കുകയും നമ്മെ തന്നെ സൂക്ഷ്മമായി കാണുകയും ചെയ്യുന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ കാഴ്ചപ്പാട്. തിരുവചനത്തിൻ്റെ വെളിച്ചത്തിൽ നാം നമ്മെ തന്നെ കാണുകയും നമ്മെ തന്നെ വിലയിരുത്തുകയും പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ നാം നമ്മിൽ തന്നെ മാറ്റങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുമ്പോൾ മാത്രമേ ക്രിസ്തീയ ജീവിതം വിജയകരമായി തീരുകയുള്ളൂ. When we acknowledge we are wrong, we make room for his restorative works. നാം തെറ്റിപ്പോയി എന്ന് അംഗീകരിക്കുമ്പോൾ അവിടുത്തെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് നാം ഇടം നൽകുകയാണ്. Have a blessed day.